മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ 4 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര കാര്യം ചെയ്തിട്ടേ ഉറങ്ങാവൂ? ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ചെയ്യോ? 5 പൈസയുടെ ചെലവില്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഒരു 4 കാര്യം ഞാൻ പറയാം, ഇന്ന് മുതൽ ചെയ്തിട്ട് ഉറങ്ങാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യൂലേ? പറ ഇൻഷാ അല്ലാഹ്, പറ. കേട്ടിട്ട് തീരുമാനിക്കും. ഒന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ഖത്തം ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? ഓതുവോ? എങ്ങനെ ഉറങ്ങണ്ടേ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തോ പെണ്ണുങ്ങൾക്ക് എഴുന്നേറ്റ് ബിസ്മില്ലാ 500 1000 ഒക്കെ മാറാൻ ഒരുപാട് നിന്നല്ലേ? നീ കുറച്ച് ഇവിടെ നിൽക്കും. 2000 മാറാറായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഖുർആൻ മുഴുവൻ ഓതിയിട്ട് ഉറങ്ങണം. ഇൻഷാ അല്ലാഹ് ഉറങ്ങൂലേ? ഓതിയിട്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അപ്പോൾ ഉറങ്ങണ്ടേ? ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ, രാവിലെ വരെ ഓതിയാലും തീരുമല്ലോ. അതിന്റെ സുബഹിക്ക് മുമ്പേ ഖത്ത് തീർത്ത മഹാന്മാരൊന്നും അല്ല നമ്മൾ. എല്ലാം മുഹദ്ദിസ് ശൈഖൊക്കെ ഒറ്റക്കാരി നിന്ന് ഓതിയവരല്ലേ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 2 റകഅത്തിലൊക്കെ ഖത്ത് തീർത്തവരല്ലേ അവർ. നമുക്ക് അതുപോലെ പറ്റുമോ? ഈ മഖാമിൽ കിടക്കുന്നവരെ ഓതാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ അവസാനത്തെ 3 സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് ഓതിയിട്ട് വേണം കിടക്കാൻ. ഇത് ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് സൂറത്ത് ഓതിയ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ. ഈ 3 സൂറത്ത് ഓതിയ ഒരു ഖത്ത് ഓതിയ പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നൊരു ഖത്ത് ഓതിയ പ്രതിഫലം വാങ്ങൂലേ? ഓതൂലേ? ഓതൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പ മരിച്ചുപോയി, അതിന് പകരം ഈ 3 സൂറത്ത് ഓതിയിട്ട് കാര്യമില്ലട്ടാ. വാപ്പ മരിച്ച അതിന് ഖത്തം തന്നെ ഓതണം, അല്ലാതെ 3 സൂറത്ത് ഓതിയിട്ട് ഒരു ഖത്ത് എന്ന് പറഞ്ഞേക്കരുത്. ഇത് ഉറങ്ങാനുള്ള സമയമായതുകൊണ്ട് അത് വേറെ. 2 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വരുമ്പോൾ എന്നെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ, നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ എന്ന് നീ ചോദിച്ചിട്ട് ഉറങ്ങണം. അപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരോട് എങ്ങനെ ചോദിക്കും? അപ്പൊ പറഞ്ഞു, ഒരു 10 സ്വലാത്ത് പറയാം. ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് വേണം കിടക്കാൻ. അങ്ങനെ പറഞ്ഞാൽ മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 അവിടെ നിന്ന് പറഞ്ഞു, ലോക മുസ്ലിമീങ്ങളോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ആരോട് പൊരുത്തം ചോദിച്ചിട്ട്? ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ആരോടാ പറയണേ? കൂടെ കിടക്കണ പെണ്ണുമ്പിള്ള അടുത്ത് പോലും ചോദിക്കാത്ത നമ്മളൊക്കെ. രാത്രി കിടക്കുമ്പോൾ ഐഷ, നിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്, തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ട്, കൂമ്പിടിച്ച് വാട്ടിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, മരിച്ചാ പൊരുത്തപ്പെടാൻ ചോദിക്കാത്ത മഹാന്മാരെ നമ്മളതിനിപ്പോ ലോക മുസ്ലിമീങ്ങളോട് ചോദിക്കാം. കിടക്കുമ്പോൾ പൊരുത്തം ചോദിച്ചിട്ട് കിടക്കണം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞു? ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിക്കണം. അതിനെന്താ വഴി? ദുആ അറിയുന്നവർ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം, എനിക്കും പുറത്തു തരണം. ഇത്രയും പറഞ്ഞാൽ മതി. അറബി ദുആ ചെയ്യാൻ അറിയാം, അങ്ങനെ പറ, അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, എനിക്കും പുറത്തു തരണേ അല്ലാ. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4 ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? ഹജ്ജ് ഉംറ ഇന്ന് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? പൈസ ചിലവൊന്നുമില്ല. ചെയ്യോ? ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. 3 പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പറഞ്ഞു. 33, 34 ഒരു കണക്കാ. അങ്ങോട്ട് പറഞ്ഞു, ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി